തെങ്കാശിയിലെ സുന്ദരപാണ്ഡിപുരവും കർണാടകയിലെ ഗുണ്ടൽപേട്ടയുമാണ് സൂര്യകാന്തി പാടങ്ങളുടെ ഈറ്റില്ലം. ഇന്നിതാ തലസ്ഥാനത്ത് തുമ്പയിലും പൂത്തുലഞ്ഞു നിൽക്കുകയാണ് സൂര്യകാന്തി പാടം. വർഷങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന ഭൂമിയിൽ കഠിനാധ്വാനം കൊണ്ട് പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കർഷകനായ SV സുജിത്ത. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ 20 ഏക്കർ പാട്ടത്തിനടുത്താണ് പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നത്. 30,000-ലധികം സൂര്യകാന്തി, ആഫ്രിക്കൻ മേരിഗോൾഡ്, ഫ്രഞ്ച് മേരിഗോൾഡ് ഇനത്തിലെ ചെണ്ടുമല്ലി, ജമന്തി, വാടാമല്ലി തുടങ്ങിയ പൂക്കളാണുള്ളത്. 2 ഏക്കർ സ്ഥലത്ത് ചോളവും വിവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് തൈകളാണ് നട്ടിട്ടുള്ളത്. തുമ്പ ബീച്ചിന്റെ 100 മീറ്റർ സമീപത്ത് ചുഴിമണലിലാണ് കൃഷി. പൂർണ്ണമായി ജൈവവളമാണ് ഉപയോഗിക്കുന്നതെന്ന് ഫാമിലെ പാർട്ണറായ ഷഫീഖ് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ തെങ്കാശി പോയത് കാണണം, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയൊരു തോട്ട് പ്രോസസ്സ്. പിന്നെ അവർക്ക് പറ്റുന്നതെല്ലാം നമുക്കും പറ്റും, നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് നടക്കാത്തതാണ്. അങ്ങനെയാണ് ഞങ്ങൾ നാടൻ ഫാർമർ എന്ന് പറയുന്ന ഈ സംഘടന, ശരിക്കും ഒരു അഗ്രി സ്റ്റാർട്ടപ്പാണ്. സുജിത്ത് എന്ന് പറയുന്ന ഫാമറാണ് അത് ലീഡ് ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് പറഞ്ഞൊരു തോട്ട് പ്രോസസ് ഉണ്ടായി. നമ്മൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഏകദേശം ഒരു 6 ഏക്കറിൽ സൂര്യകാന്തിയും 30,000-ഓളം സൂര്യകാന്തി ഉണ്ട്, ഏകദേശം ഒരു 22,000-ഓളം മാരിഗോൾഡ് ഉണ്ട്, ബാക്കി ഫ്രഞ്ച്, പിന്നെ ബാക്കി കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സ് എല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഗുണ്ടൽപേട്ടും സുന്ദരപാണ്ഡിപുരം വരെ പോകേണ്ട കാര്യമില്ല. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ചെറിയ യാത്രയിൽ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഇത് കാണാം. കാര്യം ഈ സൂര്യകാന്തികൾ മലയാളമാണ് സംസാരിക്കുന്നത്, മറ്റ് സ്ഥലത്ത് പോകുമ്പോൾ അതാത് ഭാഷകൾ. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മണലിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാര്യം വെള്ളം, വളം എല്ലാം നിൽക്കാൻ പാടാണ്. വെറും ചൊരി മണലാണിത്. അപ്പോൾ വേറെ ജൈവവളങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാം അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ സ്റ്റേജിൽ എത്തിച്ചേക്കുന്നത്. മരുഭൂമിക്ക് സമാനമായ മണ്ണിനെ ജൈവവളങ്ങളാൽ ചേർത്ത ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഓപ്പൺ റെസിസിംഗ് ഫാമിംഗ് മാതൃകയിലാണ് കൃഷി. പൂക്കൾ കാണാനും പടമെടുക്കാനും റീൽസ് എടുക്കാനുമായി നിരവധി പേരാണ് എത്തുന്നത്. കോളേജിന് സമീപം പൂക്കൾ വാങ്ങാനും സൗകര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ പൂക്കൾക്ക് വലിപ്പവും നിറവുമുണ്ട്. കൃഷിഭവനാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. കരകുളം സ്വദേശിയായ സുജിത്ത തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ 6 വർഷമായി പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഈ വർഷം മുതലാണ് പൂക്കൃഷിയും ആരംഭിച്ചത്. സൂര്യകാന്തി കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ ഈ വർഷം മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്കായി ആരവം എന്ന പേരിൽ പുഷ്പോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 15 വരെ നടത്തുന്ന പ്രദർശനത്തിൽ ഫീസോടെയാണ് പ്രവേശനം. പുഷ്പോത്സവത്തിലെ പ്രധാന താരം സൂര്യകാന്തി തന്നെയാണ്. നിരവധി പേരാണ് സൂര്യകാന്തി പാടം കാണുന്നതിനായി എത്തുന്നത്. ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടാകുമെന്നോ. ഞങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിലും അവിടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് നല്ല ഭംഗിയുള്ള എല്ലാം പൂക്കളും എല്ലാം. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നതെല്ലാം പക്ഷേ കുറച്ചുകൂടെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറും. ഇവിടെ നല്ലതാണ്. സൂര്യകാന്തി പാടമൊക്കെ വളരെ നല്ലതാണ്. ഏകദേശം അവിടെ പോയി നമ്മൾ കാണുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാം. പക്ഷേ ഈ മണ്ണിൽ ഇത് ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ ആദ്യം അത്ഭുതമായിരുന്നു, കേട്ടപ്പോഴേ അത്ഭുതം, ഇവിടെ എങ്ങനെ ഈ മണ്ണിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ വന്ന് കണ്ടപ്പോഴാണ് ഇത് സാധ്യമാവുമല്ലോ എന്ന്. എന്തായാലും കൊള്ളാം. കണ്ണിനും മനസ്സിനും നിറവേകുന്ന സൂര്യകാന്തി പാടം കാണുന്നതിനായി ഇനി കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട. നേരെ തലസ്ഥാനത്തെ തുമ്പയിലേക്ക് പോയാൽ മതി. 20 ഏക്കർ സ്ഥലത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന പൂക്കളാൽ തീർത്ത വിസ്മയമാണ്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനോടൊപ്പം പ്രകാശ് പോക്കാട്, M5 ന്യൂസ്, തിരുവനന്തപുരം.